നമസ്കാരം. നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഭഗവത്ഗീതയിലെ ഒരു സന്ദേശമാണ് ഇവിടെ നമ്മളിന്ന് പറയുന്നത്. എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വരി ഭഗവത്ഗീതയിലുണ്ട്. അപ്പം ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം, കർക്കിടക മാസം വരുന്നു, പൊന്നിൻ ചിങ്ങമാസം വരുന്നു. അടുത്ത വർഷത്തെ ഫലങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലും അതിൻ്റെ പണിപ്പുരയിലും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഈ വരികൾ, ഗീതയുടെ ഈ ഒരു ഉപദേശം ഇത്ര മഹത്വമാണ്. ആ ഉപദേശമാണ് ഇന്ന് ഞങ്ങളിവിടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ കർക്കിടക മാസ ഫലങ്ങളും അതോടൊപ്പം അടുത്ത വർഷത്തേക്ക് ഒരു വർഷത്തെ ഫലങ്ങളുടെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുൻപ് ഒരിക്കൽ പറഞ്ഞതുപോലെ അതിൻ്റെ റിസർച്ച് നടക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പിന്തുണ അത്യാവശ്യമാണ്. പുതിയ പുതിയ വീഡിയോകളുമായി പുതിയ അറിവുകൾ ജ്യോതിഷ സംബന്ധമായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗീതയിൽ വരുന്ന ഗീതയുടേതായ ചില ഉപദേശങ്ങൾ, ഭഗവത്ഗീത എത്ര മഹത്തരായ ഒരു ഗ്രന്ഥമാണ്. അത് കാണാപ്പാഠം പഠിച്ചാൽ ഇന്ന് ലോകത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. അത്രത്തോളം ശക്തമാണതിൽ. പക്ഷേ എത്ര പേര് അത് വായിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അവിടെയാണ് നമ്മുടെ ഒരു പോരായ്മ. ആ കോട്ട് അല്ലെങ്കിൽ ആ ഭഗവത്ഗീതയിലെ വരികൾ ഇങ്ങനെയാണ്: ഒരു ജന്മം നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഈ ജന്മം നിങ്ങളുടെ കർമ്മം. അതിനകത്ത് വളരെ പ്രസക്തമായ ഒരു വരി ഇതാണ്: ഈ ജന്മം നീ ചെയ്യേണ്ടുന്നത്, അതായത് പെറ്റ മാതാവ്, ജന്മം തന്ന അച്ഛൻ, അത് കഴിഞ്ഞ് നിനക്കുണ്ടാവുന്ന സന്താനങ്ങൾ, ആ സന്താനങ്ങൾക്ക് ജന്മം കൊടുത്ത മാതാവ്. അതിൻ്റെ അർത്ഥം അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടികൾ, ഇത്രയും വരെ നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ. ഈ ആയുസ്സിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാന കർമ്മം, ഇതൊരു കർമ്മം, ഇത് ചെയ്തേ പറ്റൂ. ഇത് ചെയ്തെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ പുണ്യം കിട്ടൂ. അല്ല നമ്മളിതെല്ലാം ഉപേക്ഷിച്ച് കണ്ണി കണ്ടതിൻ്റെ പുറകെ പോയി കള്ളും കുടിച്ച് വഴിയിലും കിടന്ന് തല്ലും കൂടി, ഭാര്യയും തല്ലി, അച്ഛനെയും തെറി പറഞ്ഞു, അമ്മയും തെറി പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു, അമ്മയെ കുറിച്ച് അപ്പുറത്തെ അനാവശ്യം പറഞ്ഞു. അതല്ല, ഇത് ചെയ്യുന്ന കുടുംബത്തെ കുഞ്ഞുങ്ങൾ, അവർക്കുണ്ടാവുന്ന മക്കൾ എല്ലാം നല്ല ഉയർന്നലയിൽ നല്ല ഐശ്വര്യവും, ഉയർന്ന നില എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സമ്പത്ത് മാത്രമല്ല. നമുക്ക് എത്ര കോടികളുണ്ടിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾക്ക് സമ്പത്തിനേക്കാൾ ഉപരി സ്വസ്ഥതയും മനസമാധാനവും കഞ്ഞിയായാലും അതാണ് പ്രധാനം. ഇതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടി എന്നുള്ളതാണ്. നല്ല കുഞ്ഞുങ്ങൾ, നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് ജനിച്ചാൽ അത് തന്നെ ഏറ്റവും നല്ലത്. കഞ്ചാവിന് അടിമയാകാത്തതും കള്ളു കുടിച്ചും ഒക്കെ നടക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മികച്ചത്, അതാണ് ഏറ്റവും പുണ്യം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള അച്ഛൻ, അമ്മ എല്ലാം ഇത് നമ്മുടെ ഈ ജന്മത്തിലെ കർമ്മമാണ്. ഈ കർമ്മം നിറവേറുന്നത് പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും ഇത് നിറവേറ്റിയാൽ അവൻ എവിടെ ചെന്നാലും രക്ഷപ്പെടും, അടുത്ത ജന്മത്തിൽ പുണ്യം കിട്ടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. നന്ദി, നമസ്കാരം.